ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവകൃപയാലും ഏഴ് സഹായത്താലും ഇന്നേ ദിവസം ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോബി. ഞാൻ ഇന്നേക്ക് മദ്യപിച്ചിട്ട് 5 കൊല്ലവും 5 മാസവും 19 ദിവസവുമായി. സുഹൃത്തുക്കളെ, ഞാൻ നിലവിൽ കാനഡയിലാണ്. ഞാൻ പറഞ്ഞത് കാണും, ജോലിയുടെ തിരക്ക് വന്നിട്ട് അധികം നാളായില്ല, 1 കൊല്ലം ആയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പൊരുത്തപ്പെടണം. ഉദ്ദേശിക്കുന്നതിന് മുകളിൽ തണുപ്പുണ്ട്. ഇന്നിവിടെ -20 ആണ്. അപ്പം കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഓരോ സാഹചര്യം കൂടി പുതിയ ഇതായിട്ട് കുടിയേറി പാർത്തപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കൂടി പോകുന്നു. എന്നാലും ഞാനിവിടെ എനെ കൈവിട്ടിട്ടില്ല. ഇവിടെ എവിടെയും ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ എല്ലാം ഞാൻ പോകും. ആഴ്ചയിൽ 3-4 ദിവസം ഞാൻ പോകും. അപ്പം സുഹൃത്തുക്കളെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നാട്ടിൽ ചൈതന്യ ഗ്രൂപ്പിലായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്, ഏറ്റുമാനൂർ. അവിടെ പുരുഷോത്തമ സാറിൻ്റെ കൂട്ടത്തിലൊക്കെയായിരുന്നു ഞാൻ. അവിടെ നാട്ടിൽ 4 കൊല്ലം ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റേതായ ജീവിതത്തെ ക്രമീകരിച്ച് അവിടെ തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പ്രശ്നം അല്ലാതെ വേറെ എങ്ങും വേറെ ഗ്രൂപ്പുകളിലൊന്നും ഞാൻ പോകില്ലായിരുന്നു. അപ്പോൾ പുരുഷൻ സാറ് എന്നോട് മാത്രമല്ല, അവിടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും പറയുമായിരുന്നു, നിങ്ങൾ ഇവിടെ തന്നെ ഒതുങ്ങാതെ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടി പോയി അവിടെ പോയി കാര്യങ്ങൾ പഠിക്കണം. അത് അറിവുകളും അനുഭവങ്ങളും ഇഷ്ടംപോലെ നമുക്ക് തരുമെന്ന്. പക്ഷെ ഞാൻ എൻ്റെ അകത്ത് ഞാൻ ചുരുങ്ങിപ്പോയിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തും എക്ക് വേണ്ടി ദാഹിച്ച് ഞാൻ ഓടി നടക്കുന്നു. അപ്പോൾ പല ഗ്രൂപ്പുകളിൽ പോകുമ്പം എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നു. നമ്മുടെ നാട്ടിലത്തെ ആയിട്ട് ഇവിടുത്തെ എയും ഏകദേശമൊക്കെ തുല്യം തന്നെ. കൂടുതലും ഇവിടെ ബിഗ് ബുക്ക് സ്റ്റഡി, 12 പടികൾ, പാരമ്പര്യം, അതങ്ങൾ ഇച്ചിരി കൂടി വിപുലമായിട്ട് ഇവിടെ പഠനങ്ങളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ വലിയൊരു കാഴ്ചപ്പാടിലേക്ക് ഇന്ന് ഞാൻ പോവുകയാണ്. ഇന്ന് ഞാൻ രാവിലെ മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ ഒരു പഞ്ചാബ് ദേശക്കാരൻ, എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മൊത്തം ഇംഗ്ലീഷുകാരായിരുന്നു, കൂടാതെ ഒരു പഞ്ചാബ് ദേശക്കാരനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് 30 കൊല്ലത്തോളമായി. അടുത്ത ആഴ്ച അദ്ദേഹം ഡൈവേഴ്സിന് പോവുകയാണ്. കാരണം അദ്ദേഹം വൈഫുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹം ട്രക്ക് ഡ്രൈവറായിരുന്നു. സ്വന്തമായിട്ട് വലിയ ട്രക്കുണ്ടായിരുന്നു. അത് വിറ്റു, വീട് വിറ്റു, എല്ലാം വിറ്റ് ഇപ്പം വഴിയിൽ നിന്ന് ആണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് എന്നോട് ഷെയർ ചെയ്തപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ ഒന്ന് ഒരു സ്ഥലം വരെ ഒന്ന് കൊണ്ടുപോയി വിടാവോ, മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പം. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് എങ്ങോട്ടാണ് പോയെന്ന് വെച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അദ്ദേഹം ഗുരുദ്വാര എന്ന് പറഞ്ഞ പഞ്ചാബുകളുടെ ഒരു പള്ളിയുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ അവിടെ ഭക്ഷണം ഫ്രീ ആണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം എന്നെ അവിടെ നിന്ന് ഇറക്കാവോ എന്ന് ചോദിച്ചത്. ഞാൻ അത് ഭയങ്കര ദുഃഖം വന്നുപോയി. കാരണം അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മീറ്റിങ്ങിനെ കുറിച്ച് വർഷങ്ങളായിട്ട് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ മീറ്റിംഗ് ഒന്ന് വരും, അതിനുശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും, തുടർച്ച ഇല്ലാതെ പോയി. അങ്ങനെ പല തവണ പുള്ളി സോബറിൽ നിന്ന് പുള്ളി നിലകുത്തി വീണു. അപ്പം അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയി, വണ്ടികൾ വിറ്റു, ലൈസൻസ് പോലും അദ്ദേഹത്തിന് റദ്ദാക്കി. ഇപ്പം പെരുവഴിയിലാണ് അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല്. കാരണം അദ്ദേഹത്തിലൂടെ ഞാൻ എന്നെ കാണുകയായിരുന്നു. കാരണം ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ ആകാം. കാരണം മീറ്റിങ്ങിന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാനും കൈവിട്ട് പോയേനെ. കാരണം ഇവിടെ തണുപ്പ്, ദിശയുമുള്ള തണുപ്പ്, ജോലി കിട്ടാൻ എനിക്ക് 7-8 മാസത്തോളം എനിക്കെടുത്തു. അപ്പോൾ ഞാൻ മദ്യത്തിലാണ്. നമ്മളെല്ലാം ഓടി അപ്പം മദ്യത്തെ ആശ്രയിക്കുള്ളൂ. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുകയില്ല, ഒന്നും ആശ്രയിക്കുകയില്ല. നമ്മൾ മദ്യമായിരുന്നു നമ്മുടെ എല്ലാം. പക്ഷേ ഞാനിവിടെ മുടങ്ങാതെ അതിനെല്ലാം ഞാൻ മീറ്റിങ്ങിന് മുടങ്ങാതെ ഞാൻ പോയി ഞാൻ പിടിച്ച് ഞാൻ നിന്നു. അപ്പം സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് ഒതുങ്ങിക്കൂടല്. നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള ഗ്രൂപ്പുകളിൽ പോകണം, അവിടെയും ഷെയർ ചെയ്യണം. അപ്പം കൂടുതൽ അറിവുകളും അനുഭവങ്ങളും പ്രതീക്ഷകളും നമുക്ക് കിട്ടും. ഞാൻ വീണ്ടും പറയുന്നു സുഹൃത്തുക്കളെ, പരമാവധി മറ്റുള്ള ഗ്രൂപ്പുകളും കൂടിയിലൊക്കെ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു സുഹൃത്തുക്കളെ.